നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ സൂപ്പർ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അറ്റ്ലാന്റയെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരം കിലിയൻ എംബപ്പയുടെ റയലിലെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. എംബപ്പെ വന്നതോടുകൂടി റയൽ മാഡ്രിഡിൽ ഇപ്പോൾ ഒരു പുതിയ ത്രയം ഉടലെടുത്തിട്ടുണ്ട്. BMV എന്നാണ് അത് അറിയപ്പെടുന്നത്. ബെല്ലിംഗ്ഹാം, എംബപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് ഈ ഒരു കൂട്ടുകെട്ടിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ റോഡ്രിഗോ അവിടെയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നത് ഈ 3 താരങ്ങളാണ്. അതായത് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മൂല്യം കൂടിയ 4 താരങ്ങളിൽ 3 പേരും റയൽ മാഡ്രിഡ് താരങ്ങളാണ്. അത് BMV കൂട്ടുകെട്ടാണ്. എന്നാൽ മുൻപ് റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ട് അത് വളരെയധികം പ്രശസ്തമായിരുന്നു. മറ്റേതുമല്ല, BBC ആണ്. അതുപോലെ തന്നെ അതിലുണ്ടായിരുന്നത് ബെൻസിമ, ബെയിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരായിരുന്നു. ഇവർ നേടിയെടുത്ത നേട്ടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള റെക്കോർഡുകളുമൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ 5 സീസണുകളിലാണ് റയൽ മാഡ്രിഡിൽ BBC കൂട്ടുകെട്ട് ഉണ്ടായിരുന്നത്. 2013-14 സീസൺ മുതൽ 2017-18 സീസൺ വരെ ഈ ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ ആകെ 442 ഗോളുകൾ നേടാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 13 കിരീടങ്ങളും നേടി. അതിൽ 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അഥവാ ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഓരോ മത്സരത്തിലും ശരാശരി 2.7 ഗോളുകൾ അവർ നേടിയിട്ടുണ്ട്. 70% മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു BBCയുടെ കണക്കുകൾ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ കണക്കുകൾ തകർക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ BMV കൂട്ടുകെട്ടിന് മുന്നിലുള്ളത്. മാത്രമല്ല, ക്ലബിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ വർഷം അത് 2012 ആണ്. 121 ഗോളുകളായിരുന്നു ആ വർഷത്തിൽ നേടിയിരുന്നത്. അതും തകർക്കുക എന്ന ഒരു ലക്ഷ്യം ഈ ഒരു കൂട്ടുകെട്ടിന് മുൻപിലുണ്ട്. 70ഓളം മത്സരങ്ങളായിരിക്കും ഈ സീസണിൽ റയലിന് കളിക്കേണ്ടി വരിക. ഏതായാലും ഈ 3 പേരും ഇത്തവണ ഒരു വലിയ ഗോൾ വിരുന്ന് ഒരുക്കും എന്ന് തന്നെയാണ് റയലിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.